തപ്പി പിടിച്ച ഇരിക്കല്. കർണാടിക് ഗാർഡൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കർണാടിക് ഗാർഡൻ എന്നല്ലേ എന്റെ പേര്. കർണാടക സിരി ഗാർഡൻ എന്ന് തോന്നുന്നു. അങ്ങനെ വെയിലല്ലേ. ഈ കർണാടക ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ വിചാരിച്ച പോലെയല്ല. ഊട്ടിയിൽ വല്ലാതെ ആരും അറിയപ്പെടാതെ, കൂടുതൽ ആളുകളൊന്നും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ അടിപൊളിയാണ്. നല്ല അടിപൊളി പാർക്കിംഗ് സൗകര്യവും കാണാനും നല്ല ഭംഗിയുണ്ട്. പുറത്തുനിന്ന് ഉള്ളിലോട്ട് നോക്കിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. നമ്മുടെ ഐശ്വര്യ അവിടെ ഒരു ഗുഹ ഒക്കെ കണ്ടപ്പോ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. ആ ഗുഹ കറക്റ്റ് ഫിറ്റാ, ചെറിയൊരു മാറ്റമുള്ളൂ. ഇത് എങ്ങനെയുണ്ട് ഐശ്വ ഗുഹയുടെ ഉള്ളിലത്തെ? ഇവിടെ നൈസാട്ടോ. ഓ, ഈ ഗുഹന്റെ ഉള്ളിൽ അടിപൊളിയാലേ. അല്ല, ഇതിങ്ങനെ ഉള്ളിക്കുള്ള സംഭവം സെറ്റ് ചെയ്ത്. ഈ ഒരു സൈറ്റ് അടിപൊളി പ്ലേസ് ആട്ടോ. നമ്മളെല്ലാവരും ഊട്ടിയിൽ എത്തിപ്പെട്ടാല് ആദ്യം പോവാ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക്, ഷൂട്ടിംഗ് പോയിന്റ്, ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോവാ അല്ലെ. എന്നാൽ ആരും വല്ലാതെ എത്തിപ്പെടാത്ത ഒരു അടിപൊളി സൈറ്റാണ് കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ കുറച്ച് ഉള്ളോട്ടാണ്, വല്ലാതെ ആരും അറിയപ്പെടാത്ത, ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. എന്നാലോ അടിപൊളി സൈറ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസുകൾ, കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇനി ബാക്കി ഇതിനുള്ളിലെ ബാക്കിയുള്ള സ്ഥലം കൂടി നമുക്ക് കാണാണ്ടോ. അമ്രിക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓടി വരണോ, ഓടി വരണോ, ഓടി വരണോ, ഓടി വരണോ.
അയിലോ ഞങ്ങൾ അയില കയറി വാ. വലുതായി വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതെ അതെ, എന്തോ ഒരു പാത്രത്തിന്ന് ചെരിയണ പോലെ അല്ലേ? എന്തോ ഒരു പാത്രം കൊണ്ട് ചെരിയണ പോലെ. അമ്രിക്കുട്ടി, തൂക്കുപാലം കേറിയാലോ? കേറില്ലേ? ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തൂക്കുപാലാണ്. അപ്പൊ നമുക്കൊന്ന് കേറി നോക്കാം അല്ലേ ഈശോ? അമ്രി കേറിയല്ലേ? തൂക്കുപാലത്തിൽ നിന്നുള്ള അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇത് നമ്മൾ നടന്നു വന്ന വഴിയാണ്. അപ്പൊ നമ്മള് കർണാടകയോട് വിട പറയാണ്. ഏകദേശം കറങ്ങി നല്ല കിതപ്പുണ്ട്, അത്യാവശ്യം നടക്കാണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മള് റിസോർട്ട് ലക്ഷ്യം വെച്ച് പിന്നെ അടുത്തതായിട്ട് റിസോർട്ടിന്റെ കാഴ്ചകൾ കാണാം.